നമ്മൾ രാത്രി കിടക്കാൻ നേരം അഴുക്ക് പാത്രങ്ങൾ സിങ്കിലിട്ട് കിടന്നുറങ്ങാറുണ്ടോ? ലക്ഷ്മി ദേവി പടിയിറങ്ങും എന്ന് പറയുന്നതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടിൻപുറത്തെ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടുള്ളവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: രാത്രി പാത്രം കഴുകി വെക്കാതെ കിടന്നുറങ്ങരുത് എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നെറ്റിച്ചുളിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഈ അഴുക്ക് പാത്രങ്ങൾ സിങ്കിലിടുമ്പോൾ അതിൽ ബാക്കി വന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് കാരണം അവിടെ ബാക്ടീരിയകൾ പെരുകാൻ തുടങ്ങും. രാത്രിയിലെ ആ തണുപ്പും ഇരുട്ടും ആ അണുക്കൾക്ക് പെരുകാൻ പറ്റിയ ഒന്നാം തരം സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിറ്റേന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ സിങ്ക് മുഴുവൻ രോഗാണുക്കളുടെ ഒരു താവളമായി മാറിയിട്ടുണ്ടാവും. വീട് എപ്പോഴും വൃത്തിയായി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഈ സിങ്ക് വൃത്തിയാക്കി വെക്കുന്നത് നമ്മുടെ വീടിന്റെ മൊത്തത്തിലുള്ള പോസിറ്റീവ് എനർജിയെ തന്നെ മാറ്റും. രാവിലത്തെ ആ ഒരു തിരക്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തെ സമാധാനം പോകും, അല്ലേ? നമ്മൾ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആകെ ഒരു അലങ്കോലമായി കിടക്കുന്നത് കണ്ടാൽ ആർക്കാലും ദേഷ്യം വരും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ലക്ഷ്മി ദേവി പടിയിറങ്ങും എന്ന് പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ സമാധാനവും ആരോഗ്യവും തന്നെയാണ് ഈ ലക്ഷ്മി ദേവി. ആ സമാധാനം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വീടിന്റെ ഐശ്വര്യം കുറയും. അപ്പോൾ ഇത് എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കി വെക്കാമെന്ന് നോക്കാം. വലിയ പണിയൊന്നുമില്ല. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് ഇതിനായി ഒന്ന് മാറ്റിവെക്കുക. പാത്രങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെച്ച ശേഷം കുറച്ച് ചൂടുവെള്ളവും അല്പം വിനാഗിരിയും പിന്നെ ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് സിങ്ക് ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. കറിയും പോകും, ബാഡ് സ്മെല്ലും മാറും. ഇതിങ്ങനെ ദിവസവും ചെയ്യുമ്പോൾ ആ സിങ്കിൽ എപ്പോഴും നല്ലൊരു തിളക്കം നിലനിൽക്കുന്നത് കാണും. മാത്രമല്ല, കൂറയും ഉറുമ്പും പഴുതാരയും ഒന്നും ആ വഴിക്കേ വരില്ല. സിങ്കിന്റെ പൈപ്പിൽ കൂടെ വരുന്ന ഒരു ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ നാരങ്ങ പിഴിഞ്ഞ ശേഷം അതിന്റെ തൊലി കളയാതെ ആ തൊലി ഉരച്ച് സിങ്കിൽ ഒന്ന് ഉരച്ചു കഴുകിയാൽ നല്ലൊരു സുഗന്ധവും കിട്ടും. നമ്മൾ എത്ര വില കൂടിയ ഡിഷ് വാഷ് ഉപയോഗിച്ചാലും ഈ നാടൻ വിദ്യകൾ തരുന്ന ഒരു തിളക്കം അത് വേറെ തന്നെയാണ്. നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അടുക്കളയാണ്. അത് വൃത്തിയായി ഇരുന്നാൽ തന്നെ പകുതി രോഗങ്ങളും പടിക കടക്കും. ഇനിയിപ്പോൾ എത്ര ക്ഷീണമുണ്ടെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കുക. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല തിളങ്ങി നിൽക്കുന്ന സിങ്കും വൃത്തിയുള്ള അടുക്കളയും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് വളരെ വലുതാണ്. അന്നത്തെ ദിവസം മുഴുവൻ നല്ലൊരു എനർജിയോടെ ജോലികൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഈ ഒരു ചെറിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവരും. നമ്മൾ ദിവസവും സിങ്ക് കഴുകാറുണ്ടെങ്കിലും ഒരു 30 മിനിറ്റ് നീളുന്ന ഒരു ഡീപ്പ് ക്ലീനിങ് ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. സിങ്കിന്റെ പുറംഭാഗം മാത്രമല്ല, ആ പൈപ്പിന്റെ ഉള്ളിലേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തീർച്ചയായും ചെയ്യാറുള്ള ഒരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ, കുറച്ച് ബേക്കിംഗ് സോഡ നേരെ ആ സിങ്കിന്റെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കും. അതിനു മുകളിലായി കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കുമ്പോൾ തന്നെ അതൊരു പതയൊക്കെ വന്ന് നന്നായി തിളക്കാൻ തുടങ്ങും. ആ പത അങ്ങനെ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണമയവും ഭക്ഷണത്തിന്റെ അംശങ്ങളും അഴുക്കും ഒക്കെ പൂർണ്ണമായും അലിയിച്ച് കളയും. ഇതൊരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ അടുക്കളയിലെ ബാക്കി ജോലികളൊക്കെ ചെയ്തു തീർക്കും. അതിനുശേഷം നന്നായി തിളപ്പിച്ച് ഒരു പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോഴേക്കും പൈപ്പിലെ ബ്ലോക്ക് എല്ലാം മാറി വെള്ളം യാതൊരു തടസ്സവുമില്ലാതെ സുഗമമായി ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്താൽ പിന്നെ സിങ്കിൽ നിന്ന് ഒരു ചീത്ത മണവും വരില്ല. ഇനി സിങ്കിലെ ടാപ്പുകളുടെ കാര്യം നോക്കാം. നമ്മൾ കൈ കഴുകുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഒക്കെ സോപ്പ് വെള്ളം തെറിച്ച് ടാപ്പിൽ മുഴുവൻ വെള്ളത്തുള്ളികളുടെ പാടുകൾ വീഴാറുണ്ട്, അല്ലേ? ഇത് മാറ്റാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. വീട്ടിൽ ഉപയോഗിച്ച് ബാക്കി വരുന്ന നാരങ്ങ തൊലിയിൽ ഉപ്പും വിനാഗിരിയും മുക്കി ഈ ടാപ്പുകളിൽ നന്നായി ഉരച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം കഴുകി തുടച്ചു നോക്കൂ. പുതിയ ടാപ്പ് വാങ്ങിയതുപോലെ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചും സ്ക്രബ്ബറും എപ്പോഴും ഈർപ്പമില്ലാതെ സൂക്ഷിക്കണം. ഉപയോഗം കഴിഞ്ഞാൽ അത് നന്നായി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വെക്കണം. കാരണം നനഞ്ഞ സ്പോഞ്ച് എന്ന് പറയുന്നത് ബാക്ടീരിയകളുടെ ഏറ്റവും വലിയ സങ്കേതമാണ്. അത് ഇടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ്. അതുപോലെ സിങ്കിന്റെ അടിഭാഗത്തെ ക്യാബിനറ്റ്
കൂടി എപ്പോഴും വൃത്തിയായി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അവിടെ പഴയ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ കൂട്ടിയിടാതെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ പേപ്പറോ വിരിച്ചിട്ട് ഡിഷ് വാഷ് ലിക്വിഡ്, ക്ലീനിങ് ലോഷൻ, സ്പോഞ്ച് ഒക്കെ അടുക്കി വെച്ചാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. സത്യം പറഞ്ഞ എനിക്ക് ഇതൊരു ജോലി എന്നതിനേക്കാൾ വലിയൊരു റിലാക്സേഷനാണ് തരുന്നത്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് സിങ്കും തുടച്ച് വൃത്തിയാക്കി അവസാനത്തെ ആ വെള്ളത്തിന്റെ തുള്ളി വരെ തുടച്ചു മാറ്റി അടുക്കളയിൽ നിന്നും ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം അത് അനുഭവിച്ച് തന്നെ അറിയണം. പിറ്റേന്ന് രാവിലെ ചായ തിളപ്പിക്കാൻ വരുമ്പോൾ വൃത്തിയായി കിടക്കുന്ന അടുക്കള കാണുന്നത് തന്നെ അന്നത്തെ ദിവസത്തിന് മുഴുവൻ വലിയൊരു പോസിറ്റീവ് എനർജി തരും. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്മി കടാക്ഷം. ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വൃത്തിയിലും അവിടെ താമസിക്കുന്നവരുടെ സമാധാനത്തിലും ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. ഒരുപാട് പൈസ ചിലവാക്കി വലിയ വിലയുള്ള ക്ലീനിങ് പ്രൊഡക്റ്റുകൾ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉപ്പും നാരങ്ങയും വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഒക്കെ വെച്ച് നമ്മൾ വിചാരിക്കുന്നതിലും നന്നായി സിങ്കും അടുക്കളയും വെട്ടിത്തിളങ്ങാൻ നമുക്ക് സാധിക്കും. ഈ വൃത്തിയാക്കലിന് ഇടയിലുള്ള സമയം നിങ്ങൾക്കും എന്നെ പോലെ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.